ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മളുടേത് തിങ്കളാഴ്ചത്തെ വ്ളോഗാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ രാവിലെ പപ്പക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പുട്ടും പഴമായിരുന്നു. പിന്നെ ഞാനൊരു മാംഗോ ജ്യൂസ് കൂടിയിട്ട് എടുത്തിട്ട് ഞാൻ അതാണ് കഴിച്ചത്. അപ്പോൾ നമ്മുടെ റിച്ചാർഡിൻ്റെ വരവ് മിക്കവാറും താമസിക്കും, അത് ക്യാൻസലാകുമെന്ന് റിച്ചാർഡ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഞാൻ ഈ ബിരിയാണിയുടെ കറി ഇങ്ങനെ ഇവൻ വരും എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചത്. പക്ഷേ വീണ്ടും ഇത് ക്യാൻസലായി കഴിഞ്ഞാൽ ഈ ബിരിയാണിയുടെ കറിയൊക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അന്ന് ഞാനൊരിത്തിരി ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ ദിവസം തിങ്കളാഴ്ച എനിക്ക് വേണ്ടിയിട്ട് 2 നേരം എനിക്ക് പപ്പ കഴിക്കൂലല്ലോ, ആ ബിരിയാണി റൈസ് ഉണ്ടാക്കണേന് കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മീതിലേക്ക് ഈ ബിരിയാണി റൈസ് വെച്ചിട്ട് പ്ലേറ്റിൽ എടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഞാൻ ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രം മതി, എനിക്ക് 2 നേരത്തേക്ക് കഴിക്കാനുള്ളത്, ആകെപ്പാടെ 1 കപ്പ് അരി മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ നെയ്ച്ചോറൊക്കെ ചെയ്യുന്ന പോലെ മുഴുവൻ മസാലയൊക്കെ പൊട്ടിച്ച് സവാള നല്ല ഡാർക്ക് കളറാക്കി, നെയ്ച്ചോറിൽ നമ്മളങ്ങനെ ഡാർക്ക് കളറാക്കില്ല. അപ്പോൾ ഇത് ഡാർക്ക് കളറാക്കി എടുത്ത് പിന്നെ കാഷ്യൂനട്ടും റേസിൻസൊക്കെ ഇട്ടിട്ട് അരി പതിയൊന്ന് വറുത്ത്. അപ്പോൾ അരി സാധാരണ നമ്മൾ നെയ്ച്ചോറിനൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുമല്ല, ചെറിയ രീതിയിലിട്ടാൽ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് തിളച്ച വെള്ളം, ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇരട്ടി വെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് വെക്കുക. തിളച്ചതിന് ശേഷം എല്ലാം ഒന്നിച്ച് തിളച്ചതിന് ശേഷം അത് ഒരു പകുതി സമയമാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്നിട്ട് റെഡി ആയിക്കോളും. അപ്പോൾ പപ്പക്ക് ഇന്നത്തെ ദിവസം ചോറുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, പിന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് എനിക്കത് മതി, വേറെ ഒന്നും വെക്കണ്ട. അപ്പോൾ ഉണ്ടായിരുന്ന ചോറ് മൊത്തത്തിൽ ഞാൻ എടുത്ത് വെച്ചേക്കണേണ്. അപ്പോൾ ആവശ്യത്തിന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ പപ്പ വേഗം ആദ്യം തന്നെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബിരിയാണി റൈസൊക്കെ ഒന്നും കൂടി വേകാനൊക്കെ ഉള്ളൊരു ടൈമും പിന്നെ അത് ഇരുന്ന് സെറ്റാകാനുള്ളൊരു ടൈമും എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് പിന്നീട് ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിന്നെ റൂബിക്ക് ഫുഡ് കൊടുക്കേണ്ട ഒരു പരിപാടിയുണ്ട്. റൂബി പ്ലേറ്റ് ഒട്ടും തന്നെ ഫുഡ് കഴിക്കണില്ല. അപ്പം ഞാനിന്ന് ഇത് കുറച്ച് ബീഫ് മേടിച്ചിട്ട് വെക്കാം, അല്ലെങ്കിൽ ബീഫിൻ്റെ കരൾ മേടിച്ചിട്ട് വെക്കാം. അപ്പോൾ ഇവൾക്കൊരു ചേഞ്ച് വന്നിട്ട് ഇവൾ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബീഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ബീഫുകാർ വേളാങ്കണ്ണിയിൽ പോയിക്കണേന്ന് പറഞ്ഞു, അവർ വേളാങ്കണ്ണിയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ബീഫും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് വീട്ടിലുണ്ടായിരുന്ന ചിക്കൻ തന്നെ എടുത്ത് അതെല്ലാം വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്കത് കൊടുക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബിക്ക് പീരിയഡ്സ് ആയിട്ട് ഇരിക്കണേമാണ്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു ഇതാണ്. റൂബി ഇങ്ങനെ ബ്ലീഡിങ് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രയാസമാണ് നമുക്ക്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അവൾക്കുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര പേടിയാണ് അവൾക്ക്. ഇങ്ങനെ പീരിയഡ്സ് ആയി കഴിയുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ ഓരോ ഡ്രോപ്പ് ഇങ്ങനെ വരുമ്പോൾ അവൾക്ക് മനസ്സിലാകുമല്ല എന്തോ ഒരു സംഭവം അവൾക്ക് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയും അങ്ങനെയൊക്കെ കിടന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളായിരുന്നത്. അപ്പോൾ ഈ കടലപ്പൊടി ഉണ്ടല്ലോ, 1 കിലോ കടലപ്പൊടി അന്ന് നമ്മുടെ റോജറിന് വേണ്ടിയിട്ട് പക്കവട ഉണ്ടാക്കാൻ, ഓലവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതിൻ്റെ ബാക്കി. അപ്പോൾ അതിൽ ഒരു പാക്കറ്റ് 1/2 കിലോൻ്റെ തൊട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഏകദേശം തീരും മെയ്യോടുകൂടി. അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ അത് കളയണ്ട, വില കൂടിയ ഒരു സംഭവമല്ലേ കടലപ്പൊടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കൊണ്ട് ഇത്തിരി കാട്ടിക ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ആ ഒരു 1/2 കിലോൻ്റെ പാക്കറ്റ് അങ്ങനെ തന്നെ പൊട്ടിച്ചു. അപ്പോൾ ഇത് അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എപ്പോഴും കടലപ്പൊടി അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കട്ടകളില്ലാതെ പെട്ടെന്ന് യോജിച്ച് കിട്ടും. ഇത് പിന്നെ കുഴപ്പമില്ല, കാരണം ഈ മരത്തടി ഇതിൻ്റെ സ്പാച്ചുല കൊണ്ടിട്ട് നമ്മൾ ശരിക്കും ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്നുള്ളൂ, വലിയ കുഴപ്പമില്ല. എങ്കിലും അരിച്ച് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി ഉപ്പും എണ്ണയുമാണ് നമ്മൾ ആകെ ഒഴിക്കണത് കേട്ടോ. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, സോഡാപ്പൊടി അങ്ങനത്തെ പരിപാടികൾ ഒന്നും ഇതിനകത്ത് ചേർക്കില്ല. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ തടിത്തവി കൊണ്ടിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേഗം കൂടി ഇങ്ങനെ നമ്മുടെ കയ്യിലൊന്നും ആകാതെ ചേർന്ന് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ആകെ മെനക്കേടാവും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി നമ്മുടെ അടുക്കള ചാനൽ കിടപ്പുണ്ട്, അതിനകത്ത് ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഒരാൾ കമൻസിൽ പറഞ്ഞത് തടിത്തവി കൊണ്ടിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്.
അപ്പം ഞാൻ അതിനുശേഷം പിന്നെ എപ്പോൾ ഉണ്ടാക്കിയാലും ഇതുപോലെ തടിത്തവി വെച്ചിട്ട് ചെയ്യും. കൈ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ലയെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത്തിരി ലൂസായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് കടിക്കുമ്പോൾ കടുകടകടാന്ന് പൊട്ടും. അപ്പോൾ ഇത്തിരി സോഫ്റ്റായിട്ട് ക്രഞ്ചി ആയിട്ടിരിക്കണമെങ്കിൽ ഇത്തിരി ലൂസായിട്ട് എടുക്കണം. പിന്നെ ഇതിൻ്റെ അച്ചെന്ന് പറയുന്നത് വേറൊരു അച്ചാണ് കേട്ടോ, അത് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ ഓലവട ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പക്കവട ഉണ്ടാക്കുന്ന അച്ചിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപ്പിൻ്റെ ഒരു കണക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 1/2 കിലോ പൊടിക്ക് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഉപ്പൊക്കെ ഉപയോഗിക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതലിടാം, അധികം വേണ്ട. പിന്നെ ഇത്തിരി ഇതിനകത്തേക്ക് ഞാൻ അയമോദകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത്. ആദ്യം ചേർക്കാൻ ഞാൻ മറന്നുപോയി. ആദ്യത്തെ ഒരു സെറ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അയമോദകത്തിൻ്റെ പൊടി ചേർക്കണ കാര്യം ഞാൻ ഓർത്തത്. നല്ല ഫ്ലേവറാണ് അയമോദകം ചേർക്കുമ്പോൾ. പൊടിയായിരിക്കണം. അയമോദകം അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹോളൊക്കെ അടഞ്ഞു പോകും. അപ്പോൾ അയമോദകത്തിൻ്റെ പൊടി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് പിന്നീട് എല്ലാ ബാച്ചിലേക്കും ഞാനത് ചേർത്ത്. അങ്ങനെ ഇതെല്ലാം റെഡിയായി. അപ്പോൾ ഇന്നത്തെ ദിവസം ആണ് രാത്രി പപ്പക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം പപ്പ ഇന്ന് കഴിച്ചിട്ടുണ്ടാകുന്നില്ല. കഴിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂണിറ്റ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കഞ്ഞിയല്ലേ കഴിച്ചത്, അതുകൊണ്ട് ഇത് കഴിക്കേണ്ടി വന്നില്ല. പിന്നെയുള്ള വീഡിയോസ് പിറ്റേ ദിവസത്തെ ഒന്നും എടുത്തിട്ടില്ല. നമ്മളൊരു വീഡിയോയും എടുക്കാത്തൊരു ദിവസമായിരുന്നു, കാരണം പപ്പക്ക് വയ്യാതെ കിടന്നു വെച്ച ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ബുധനാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ചത്തെ വീഡിയോ ഒന്നുമില്ല. ബുധനാഴ്ച രാവിലെ റിച്ചാർഡ് വരുമെന്നുള്ളൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിച്ചാർഡ് വരില്ല എന്നുള്ളൊരു കാര്യം റിച്ചാർഡ് പറഞ്ഞതുകൊണ്ട് പപ്പക്ക് ഭയങ്കര ടെൻഷനും ഉണ്ടായി. റിച്ചാർഡ് ചിലപ്പോൾ അത് ക്യാൻസലാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ്, ടിക്കറ്റ് ക്യാൻസലാക്കാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വരൂല അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കണമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് വരും എന്നുള്ളത്. ബുധനാഴ്ച രാവിലെ 7:30 മണിക്ക് എയർപോർട്ടിലെത്തുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ സമയത്താണ് ഞാൻ റിച്ചാർഡ് അടുത്ത് പറഞ്ഞത് പപ്പക്ക് ഇങ്ങനെ പാടില്ല എന്ന് ഞാൻ പറയണത്. അപ്പോൾ പപ്പ റിച്ചാർഡ് വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പപ്പക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ റിച്ചാർഡിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അവന് ഇത് പുട്ട് മുട്ടക്കറി മതി എന്നാണ് പറഞ്ഞു വെച്ചത്. ഞാൻ ചോദിച്ചായിരുന്നു എന്തുണ്ടാക്കി വെക്കണമെന്ന്. പുട്ടും മുട്ടക്കറിയും മതി എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അവനും ചെറിയൊരു പ്രശ്നം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് ഇത് ATM-ലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഷോപ്പിങ്ങും ചെയ്യാൻ പറ്റാതെയായിപ്പോയി. അത് ബ്ലോക്കായിപ്പോയി. കാരണം ഇപ്പോൾ 6 മാസമായിട്ട് അവൻ കാർഡ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്ക് അത് ബ്ലോക്കാക്കി കളഞ്ഞ്, ട്രാൻസാക്ഷൻ നടക്കാത്തത് കൊണ്ട് കാർഡ് ബ്ലോക്കാക്കി വെച്ചേക്കണേ. അതുകൊണ്ട് തന്നെ അവന് സിംഗപ്പൂരാണ് സൈൻ ഓഫ് ഉണ്ടായിരുന്നത്. സിംഗപ്പൂർ അവന് വേണ്ട ചില സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഒന്നും ഒന്നും സാധിച്ചില്ല. പിന്നെ കയ്യിൽ എന്തോ ഒരു $100 പിന്നെ എന്തോ പെസോസൊക്കെ ഉണ്ടായിരുന്നു, ചില്ലറ ഡോളറുകളും അങ്ങനെയൊക്കെ. അപ്പോൾ അതും മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത്. അവൻ്റെ പ്രതീക്ഷകൾ മൊത്തം തെറ്റിപ്പോയി. അപ്പോൾ അവിടെ വെച്ചിട്ട് അവൻ ബാങ്കിലേക്ക് പെട്ടെന്ന് വിളിച്ച്, കാർഡ് വർക്കാവണില്ല എന്ന് പറഞ്ഞിട്ട് ബാങ്കിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞൊരു 4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും അത് ശരിയാകുമെന്ന് പറഞ്ഞു. പക്ഷേ 4 മണിക്കൂർ നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. 40 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറി ബോംബെയിലേക്ക് എത്താനായിട്ട്. അതുകൊണ്ട് 40 മിനിറ്റിൻ്റെ അകത്തത് ശരിയാവില്ല. അങ്ങനെ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ വെച്ചിട്ട് കുറേ മേടിക്കാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ പോയി. എങ്കിലും അവൻ കൊച്ചിൻ എയർപോർട്ടിൽ വന്നതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന ഡോളറുകൾ, ഈ $100 പിന്നെ ചില്ലറ ഡോളറൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറ്റിയിട്ട് പപ്പ പറഞ്ഞതുപോലെയുള്ള പെർഫ്യൂം അവൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ വണ്ടിക്ക് കൊടുക്കാനുള്ള പൈസയും മാത്രമേ അവൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവനെ വെയിറ്റ് ചെയ്ത് ഞാനും റൂബിയും കൂടി ഇരിക്കണേനെ. റിച്ചാർഡ് സെട്ട് ഇപ്പം വരും. കൊച്ചു നോക്കണേനെ വരണുണ്ടാന്ന്. ഇപ്പം വരും കേട്ടോ ചേട്ടൻ, ഇപ്പം വരും ചേട്ട. ഏത് ചേട്ടയാണ് വന്നത്? കൊരക്കണ. അപ്പം ആരാണ് വന്നത്? കാര്യം മനസ്സിലാവണില്ല. റിച്ചാർഡ് ചേട്ടൻ വരുമെന്ന് പറയുമ്പോൾ ആരോ വരും, ദേഷ്യമാണ് കളിക്കണത്. പൂച്ച വരുമെന്ന് പറയണ പോലെ ദേഷ്യമാണ് കളിക്കണത്. പൊന്നപ്പോ റിച്ചാർഡ് ചേട്ടനാണ് വന്നത്, കൊരക്കണ്ട. റിച്ചാർഡ് ചേട്ടനാണ് വന്നത്. കൊച്ചിനെ കാണാനാ വന്നത്. ഓടി വന്നെയാണ് കൊച്ചിനെ കാണാൻ, മമ്മിയുടെ മുത്തിനെ കാണാൻ.
ആരാണിപ്പോൾ വന്നതമ്മ? സീരിയസ് ആയിട്ട് നോക്കണേണ്. എന്താണ് ഞാൻ ഇടപെടണമെന്നുള്ള രീതിക്കാണ് ഓട്ടം. അവിടെ ഇരുന്നോ, അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ വരും, നോക്കിയിരുന്നോ, ഇപ്പോൾ വരും. ഇച്ചിരി സെറ്റാ നോക്കണം. മണത്ത് നോക്കണം അവനുണ്ടെന്ന്. മണത്ത് നോക്കണം. മഞ്ഞണ്ടാന്ന് നോക്കാൻ പോവുക. അവിടെ പോയി നിന്ന് നോക്കണേ. അതിൽ വന്നില്ല എന്നും പറഞ്ഞാണ് ഈ വരണത്. എന്താണ് വരാൻ പോണതെന്ന് മനസ്സിലായിട്ടില്ല ആൾക്ക്. എന്താ കാത്തിരിക്കണ ഗേറ്റ് കൊണ്ട് തള്ളി. അതിപ്പോ വെപ്രാളല്ലേ? എടുക്കണ്ട വീഴും അവിടെ ഇറങ്ങി കളിക്കണം. സന്തോഷം. ഇതുപോലെ തന്നെയായിരുന്നു റോജർ വന്നപ്പോഴും. ഇനി മൂത്രം വെച്ചിട്ടൊക്കെ വരും കൊച്ചി. ഇപ്പൊ ടെൻഷനിലേക്ക് ആണോ? എടുക്കണ്ട എടുത്താൽ താഴെ വീഴൂട്ടാ. എടുക്കല്ലേ, അവള് പിടച്ചേ നിൽക്കുള്ളൂ. ഇനി മൂത്രം വെച്ചിട്ട് വരും കൊച്ചി. ഇനി നീ അവിടെ വന്ന് ഇരിക്കണം. അപ്പോഴാണ് ബാക്കി പ്രകടനങ്ങൾ വരുന്നത്. നീ ഇരിക്കണ പോലെ തന്നെ അവള് ഇരിക്കണേ. ഇനി അവിടെ പോയി ഇരിക്കണം. പപ്പ കിടപ്പാണ് കേട്ടാ. കടിച്ചാ? എന്റെ പുറകെ പോന്ന എന്തായി? ആരാണ് വന്നത്? ക്ലാസ് വർക്ക് ചെയ്യാനുള്ള അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇറങ്ങി പോണ്ടേന്ന് ഇത് കെയർ ഫോം മോണ്ടർ ചാലു വെക്കാൻ പറഞ്ഞ് ഇങ്ങനെ ചീറ്റണ് സൈഡിൽ. കണ്ടീഷണർ ക്ലാസ് ഒന്നുമില്ല, രക്ഷോട്ട് അത് 1200. പ്യൂരിഫയർ ഒക്കെ നോക്കിയാ പ്യൂരിഫയർ മറ്റുള്ളതൊക്കെ അത് എഞ്ചിൻ സൈഡില് മറ്റേ അതൊക്കെ ചെക്ക് ചെയ്യും. അത് അവരുടെ അല്ല, അതൊക്കെ നോക്കി അവർക്ക് കണ്ടീഷണർ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ബോയിലർ എന്തോ അങ്ങനെ റിച്ചാർഡും പപ്പയും കൂടി വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് പെർഫ്യൂമൊക്കെ എടുത്ത് പപ്പ കൊണ്ടുവന്ന് കൊടുത്ത്. ഇതായിരുന്നു കൊണ്ടുവന്ന പെർഫ്യൂം കേട്ടോ. വേറെ ഒരു സാധനങ്ങളും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അവൻ നേരത്തെ എങ്ങാനും ഏതൊരു പോർട്ടിൽ ഇറങ്ങിയ സമയത്ത് 3 ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് കൊണ്ടുവന്നത്, വേറെ ഒരു സാധനങ്ങളും കൊണ്ടുവന്നില്ല. അപ്പം അങ്ങനെ പെർഫ്യൂമൊക്കെ എടുത്ത് പപ്പയുടെ കയ്യിലൊക്കെ ഞാൻ അടിച്ചൊക്കെ കൊടുത്തപ്പോൾ പപ്പക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെട്ട്. പപ്പ മേടിക്കണതും ഈ സീക്കയുടെ പെർഫ്യൂമായിരിക്കും മിക്കവാറും മേടിക്കണത്. പപ്പക്ക് സീക്കയുടെ പെർഫ്യൂമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ ഈ ഡെയിലി കടയിൽ പോകാനും ചന്തയിൽ പോകാനൊക്കെ ആയിട്ട് സാധാരണ ഡിയോഡ്രൻറ്റ് ഉപയോഗിക്കോട്ടെ. നമ്മളൊരു പ്രത്യേകിച്ച് നല്ല ഇപ്പോൾ പള്ളിയിൽ പോകുമ്പോഴും മറ്റുള്ള ഫംഗ്ഷന് പോകുമ്പോഴും ഒക്കെ ഇതുപോലുള്ള പെർഫ്യൂമാണ് പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമായിട്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു അടിപൊളി പെർഫ്യൂം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടിയിട്ട് പപ്പ പിന്നെ ധൈര്യമായി റിച്ചാർഡ് എത്തിയിട്ടുണ്ടല്ലോ, ആ ഒരു ധൈര്യം പപ്പക്കായി. പിന്നെ അവിടെ തന്നെ എഴുന്നേറ്റിരുന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് വിസിറ്റിംഗ് റൂമിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കുറച്ച് പെട്ടെന്ന് തന്നെ റിക്കവറായിട്ടാണ്. അങ്ങനെ ഞാൻ റിച്ചാൻ പിന്നെ ആരോടും വിശേഷം പറയാൻ വേറെ ആരും ഇല്ലല്ലോ. പിന്നെ എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്ന് ഇപ്പോൾ റയനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റയനെ കൂടിയൊക്കെ കുറേ നേരം ഇരുന്ന് സംസാരിക്കും. ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടൊക്കെയല്ലേ പറഞ്ഞത്. അപ്പം ഞാനങ്ങനെ അവൻ്റെ കൂടെ ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ കേട്ട് ഫുഡൊക്കെ പിന്നെ മതിയെന്ന് പറഞ്ഞു. കാരണം അവൻ വണ്ടിയിൽ വന്നപ്പോൾ ഡ്രൈവർ അവനും കൂടി കയറിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചില്ല, വീട്ടിലുണ്ടാക്കി വെച്ചേക്കണല്ലേ എന്ന് വെച്ചിട്ട് ഫുഡ് കഴിച്ചില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ
സമ്മർ കാലങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഒരു രീതിയിലും കഴിക്കരുതെന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയണത് കേട്ടോ. കാരണം വെള്ളം കിട്ടാത്ത സമയമാണ് ഈ സമ്മർ കാലം. അപ്പോൾ ഈ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടൊക്കെ ഒന്നും അല്ല പാചകം ചെയ്യുക. അങ്ങനെയൊന്നും ചെയ്യാനുള്ള വെള്ളം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഉള്ള വൃത്തിഹീനമായ രീതിയിലായിരിക്കുള്ളൂ പാചകങ്ങൾ ഓരോ ഹോട്ടലിൽ ചെയ്യുന്നതെന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാലങ്ങളിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നാണ് പറയണത്. പെട്ടെന്ന് തന്നെ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് റിച്ചാർഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കല്ലേന്ന്. അപ്പോൾ അതുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പപ്പക്ക് ഇത് ഇടക്കിടക്ക് ഓരോന്നും കൊടുക്കും കേട്ടോ. എന്തെങ്കിലും ആയിട്ട് ഇത്തിരി ഓട്സ് കാച്ചിയതാ, ബ്രെഡ്, പഴം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പപ്പ ഇപ്പോൾ ഫോൺ നോക്കണുണ്ടോ. റിച്ചാർഡ് വന്നതിന് ശേഷമാണ് പപ്പ ഫോൺ നോക്കി. അത്രയും നേരം പപ്പ ഫോണും കണ്ണടയും കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പപ്പയും ഏകദേശം ഇത് എഴുന്നേറ്റൊക്കെ ഇരുന്ന് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിക്കാനും എല്ലാത്തിനും സാധിച്ചിട്ടാണ്. പിന്നെ രാത്രിയോട് കൂടിയിട്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു. ഉച്ചക്ക് പപ്പ ആ റൂമിലിരുന്നിട്ട് കഴിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ റിച്ചാർഡിന് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് ഉണ്ടാക്കി വെച്ച്. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ബിരിയാണിയുടെ കറി ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. പപ്പയ്ക്ക് വേണ്ടിയിട്ട് കഞ്ഞി വെക്കണ്ടെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബ്രെഡ്, ബട്ടർ, പഴം, അങ്ങനെ എല്ലാം ചേർത്തിട്ട് കഴിക്കാൻ പപ്പയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് മതി, ചോറും കഞ്ഞിയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാകുന്നില്ല. പിന്നെ റിച്ചാർഡ് വന്നിട്ട് പിന്നെ അവൻ്റെ പെട്ടികളുടെ അകത്ത് ഇത് ഉപയോഗിക്കാത്തതുമായ ഡ്രസ്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ എടുത്ത് വാഷ് ചെയ്യാനുള്ളത് ഒരു 2-3 തവണയൊക്കെ ഇട്ട് വാഷ് ചെയ്ത് 2-3 ട്രിപ്പായിട്ട് ഇട്ടിട്ട് വാഷ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഈ പപ്പ എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് തന്നുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ പപ്പ ഇല്ലാത്തതുകൊണ്ട് പപ്പക്ക് ചെയ്യാനിപ്പോൾ പറ്റൂലല്ലോ. അതുകൊണ്ട് എനിക്ക് ചെടി നനക്കാനും ഒന്നും നേരം കിട്ടിയില്ല റിച്ചാർഡ് വന്ന ആ സമയത്തൊക്കെ. അതുകൊണ്ട് ഞാൻ ചെടി നനക്കണത് ഇപ്പോൾ നല്ല വെയിലത്താണ് ചെടി നനക്കണത് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. 3 നേരം ചെടി നനക്കുന്ന ആളുകളും ഉണ്ട്. ഉച്ചക്കും നനക്കും, കാലത്തും വൈകിട്ടും. കാരണം ചൂടിൻ്റെ ആധിക്യം കൊണ്ട് അങ്ങനെ ചെടികളൊന്നും നനച്ചു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെടിയൊക്കെ നനച്ച് ഈ മതലിൻ്റെ മുകളിലൊക്കെ വെച്ചേക്കുന്നത് പപ്പ കൈ വെച്ചിട്ടാണ് ഒഴിക്കണത്, ഒരു ഇത്തിരി വെള്ളം. പക്ഷേ എനിക്ക് കൈ എത്തൂല, അത് താഴേക്ക് എടുക്കാനും എത്തൂല. അപ്പോൾ പിന്നെ ഞാൻ ഹോസ് തന്നെ എടുത്ത് വെച്ചിട്ട് മുകളിൽ ഉള്ള മതിലിൻ്റെ മുകളിലിരിക്കണ ചെടിയും ഒക്കെ നനച്ച് മുറ്റമൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് പൊടിയുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ വീടിനകം ഒന്ന് തുടക്കണേ കേട്ടോ. അപ്പോഴേക്കും പപ്പക്ക് നല്ലതായിട്ട് തന്നെ ചേഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് എനിക്കും ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഇതുപോലെ ഛർദിലും തലകറക്കോ. അന്നൊക്കെ ഞാൻ കുളിമുറിയിൽ കൈ കുത്തി ഇങ്ങനെ കിടന്നറിഞ്ഞ് ഛർദ്ദിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എനിക്കിത് ഒരു 3-4 പ്രാവശ്യം ഞാൻ അനുഭവിച്ചു. എൻ്റെ ബോധമൊക്കെ പോയിട്ടുണ്ട്. അബോധാവസ്ഥയിൽ കിടന്നിട്ടും ഈ ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോയിട്ടാണ് കുട്ടികൾ മരുന്ന്. പപ്പ നാട്ടിലില്ല, കുട്ടികൾ മരുന്ന് മേടിച്ച് കൊണ്ടുവന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇവൾക്ക് ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് ക്ലീൻ ചെയ്ത് മാറ്റും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് വന്ന ഉടനെ പപ്പനെ മരുന്നിന് കൊണ്ടുപോകാൻ വിളിച്ചെങ്കിലും പപ്പ പോയില്ലായിരുന്നു, നാളെ പോകാൻ തുടങ്ങി. അപ്പോൾ റിച്ചാർഡ് വന്നെന്ന് രാത്രിയാണിത്. പപ്പ ഒന്ന് നടന്നു നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, തലയൊക്കെ നേരെ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം മരുന്നിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ പോയിട്ട് മേടിച്ച് സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ കൊണ്ടുവന്നു. കാരണം റിച്ചാർഡ് അന്ന് സാമ്പാർ മതി മമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെ നടന്നു പോയാൽ മതി. അവിടെ പോയിട്ട് അങ്ങനെ ഇത്തിരി അവിടെ ഉണ്ടായിരുന്ന പച്ചക്കറികൾ അതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ എല്ലാം ചോറും കറിയും ഞാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു 8:30 മണിക്ക് തന്നെ എല്ലാം കഴിഞ്ഞു. കാരണം ഞാൻ 6:30 മണിയായപ്പോഴത്തേക്കാണ് ഇതൊക്കെ മേടിക്കാൻ പോയത്. 8:30 മണിക്ക് തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പപ്പയും റിച്ചാർഡും ഞാനും കൂടിയിട്ട് ഏതായാലും പോകാൻ വേണ്ടിയിട്ട് ചെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ പപ്പ നിന്ന് കാർ തുടക്കം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് അങ്ങനെ ചെയ്യാൻ നിൽക്കണത്, പപ്പൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പപ്പ കേൾക്കൂല കേട്ടോ. അങ്ങനെ ഒരു കാര്യമാണ്, ആരെന്ത് പറഞ്ഞാലും കേൾക്കൂല. വഴി കൂടി പോകുന്ന ആളുകൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും ജാക്സൺ മോളിൽ നിൽക്കണ്, മറ്റേ സൺഷെയ്ഡിൽ നിൽക്കണ്, കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും ആര് പറഞ്ഞാലും കേൾക്കൂല. പുറകെ ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ, കുഞ്ഞു പിള്ളേരുടെ പുറകെ നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റില്ല. നമുക്ക് വേറെ എന്തോരം ജോലികളുണ്ട്.
അപ്പം നമ്മളറിയും കൂടിയില്ല. പപ്പ സ്ഥിരം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും ജോലികൾ പപ്പ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരുപാട് ആളുകൾ എന്നെ വന്ന് ചീത്ത പറയാറുണ്ട്, ഇതേ മോളിൽ കയറി ഇരിക്കണത് കാണണില്ലേന്ന്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ ഷിപ്പിൽ വെച്ച് എന്തോരം ഉയരത്തിലാണ് കയറിയിരിക്കുന്നത്, അത് നിങ്ങൾ കാണുന്നില്ലല്ലോ, അത് വെച്ചിട്ട് ഇത് ഒന്നുമില്ല എന്നേ അവർ പറയുള്ളൂ. പ്രായം മാറുന്നതനുസരിച്ചിട്ട് നമ്മളത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പപ്പ ഒരിക്കലും ഒരു കാര്യങ്ങളും മൈൻഡ് ചെയ്യില്ല. പിന്നെ പപ്പയുടെ മെഡിക്കൽ ചെക്കപ്പിൻ്റെ കാര്യം നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. കാരണം 6 മാസം കൂടുമ്പോൾ പപ്പയുടെ ജോലിയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യേണ്ടതുണ്ട്. 6 മാസമാണ് അതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ അത് റിന്യൂ ചെയ്യുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് അത്യാവശ്യമാണ്, എന്നാലേ അത് റിന്യൂ ചെയ്ത് കൊടുക്കുകയുള്ളൂ. മെഡിക്കലി ഫിറ്റായുള്ളവർക്ക് മാത്രമേ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഇനി 3 മാസം കഴിഞ്ഞാൽ അടുത്ത മെഡിക്കൽ ചെക്കപ്പാണ്. അപ്പോൾ ഈ 3 മാസം മുൻപ് ചെക്കപ്പ് ചെയ്തതാണ്. ഇവിടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാത്തത് എനിക്കും റോജറിനും മാത്രമാണ്. റിച്ചാർഡ്, റയൻ, പപ്പ ഇവർക്ക് 3 പേർക്കും മെഡിക്കൽ ചെക്കപ്പ് എപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ അടുത്തത് ഉടനെ തന്നെ ആകും. ഇപ്പോൾ 3 മാസം കഴിഞ്ഞ് മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പപ്പയ്ക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് പപ്പയ്ക്ക് ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെന്ന് വിചാരിച്ചത്. പക്ഷേ അതല്ല എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആദ്യം ഞാൻ പാനിക്കായിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് വന്നിട്ടുള്ള സെയിം സംഭവം തന്നെയാണ് പപ്പയ്ക്ക് വന്നേക്കണം. അപ്പോൾ പപ്പ ഇല്ലാത്ത സമയത്ത് എനിക്കിതുപോലെ വന്നിട്ടുണ്ട്. പപ്പ ഉള്ള സമയത്ത് ഒരു പ്രാവശ്യം വന്നിട്ട് പപ്പ പേടിച്ചു. അത് പകൽ സമയമായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ 2 ആളും മാത്രമേ ഉള്ളൂ. അങ്ങനെ പപ്പ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. പേടിച്ചിട്ട് നമ്മൾ വേപ്പിലേക്ക് പറിക്കൂലേ, ആ വീട്ടിലത്തെ നമ്മുടെ ഫ്രണ്ടിനാണ് പപ്പ ഓടിപ്പോയിട്ട് വിളിച്ചോണ്ട് വന്നത്. 3-4 ദിവസം നമ്മൾ കിടപ്പായിപ്പോവും. പക്ഷേ പപ്പയുടെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് പപ്പ ചൊവ്വാഴ്ച മൊത്തത്തിൽ കിടന്ന്, ബുധനാഴ്ച രാവിലെ റിച്ചാർഡ് വന്നു കഴിഞ്ഞിട്ട് പപ്പ എഴുന്നേറ്റ് അവിടെ മുറിയിൽ തന്നെ ഇരിക്കാനൊക്കെ തുടങ്ങി. അതുവരെ എഴുന്നേൽക്കില്ലായിരുന്നു, തല ഭയങ്കരമായിട്ട് കറങ്ങണല്ലേ, എഴുന്നേറ്റൊന്നും ഇരിക്കില്ലായിരുന്നു. അതിനുശേഷം ബുധനാഴ്ച രാത്രിയോടുകൂടി അപ്പോൾ ഞാൻ നടക്കുന്നത് കാണിച്ചു തന്നല്ല. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വ്യാഴാഴ്ച രാവിലെയാണ്. അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുതെന്ന് പപ്പ എപ്പോഴും പറയും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ICUവിലേ കയറ്റുള്ളൂ. ഇപ്പം ഞാൻ ICUവിൽ കിടക്കേണ്ട ഒരാളാണ്, പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ കിടന്നു പോകേണ്ട ഒരാളാണെന്ന് എൻ്റെ അടുത്ത് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും പറയണേ. പണ്ടിതുപോലെ പപ്പയുടെ അപ്പച്ചന് സോഡിയം കുറയുന്നൊരു ഏർപ്പാടൊക്കെ വരുമായിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ വീട്ടിൽ അപ്പച്ചനും അമ്മയും വഴക്ക് പറയും, എന്തിനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്നും കൂടി രോഗിയാക്കാൻ വേണ്ടിയിട്ടാണോ കൊണ്ടുപോകണമെന്ന് എനിക്കുള്ളൂ. അതിന് മരുന്ന് വീട്ടിൽ തന്നെ കൊടുത്താൽ മതി. വീട്ടിൽ തന്നെ അപ്പച്ചന് ട്രിപ്പൊക്കെ ഇട്ടിട്ട് കിടത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ പോകുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെപ്പാടെ പെട്ടുപോകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ വഴക്ക് പറയും. പക്ഷേ അപ്പം ഞങ്ങൾ അന്നൊക്കെ പറയും കേട്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ മക്കൾക്കല്ലേ, എല്ലാവരും മക്കളെ അല്ലേ കുറ്റം പറയണത്, ഇതുവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലേ അപ്പച്ചന, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളാണ് എല്ലാവരും ചീത്ത പറഞ്ഞത്. അതുകൊണ്ട് കൊണ്ടുപോകാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. പക്ഷേ അമ്മയൊക്കെ ഒരിക്കലും സമ്മതിക്കില്ല, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും എന്ന് പറയും. അങ്ങനെയുള്ള കേസസിന് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ. അത് നമ്മൾക്ക് മനസ്സിലാകും, നമ്മൾക്ക് എന്താ ബുദ്ധിമുട്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുമല്ലോ. ഓരോരുത്തരുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ അവരവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പം അന്ന് ഞങ്ങളിങ്ങനെ ടെൻഷനാകുമായിരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഞങ്ങൾക്ക് ചീത്ത കേൾക്കും. ഇപ്പം അത് ഞാനും പിള്ളേരുമാണ് പപ്പനോട് പറയണത്, ആളുകൾ ചീത്ത പറഞ്ഞത് ഞങ്ങളെയാണ്, പപ്പ ഇങ്ങനെ പറഞ്ഞാൽ ആളുകൾ ചീത്ത പറഞ്ഞത് ഞങ്ങളെയാണ്. ഇപ്പം അത് അടുത്ത തലമുറയിലേക്ക് കൈമാറി കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. ഏതായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ദൈവം കാത്ത് പരിപാലിച്ച് ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ് വരുമ്പോൾ അത് വീഡിയോ കാണിക്കണേ റൂബിയുടെ സന്തോഷം കാണിക്കണേ എന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ട് അത് മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ റിച്ചാർഡ് വന്നതിന് ശേഷം പപ്പ ഓക്കെ ആയി. പപ്പ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പിന്നെ അടുത്തടുത്ത കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കടന്നത്. അങ്ങനെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് ഇട്ടാണ് പോയിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് പിന്നെ വിളമ്പി കഴിച്ചാൽ മാത്രം മതി. അത് ഞങ്ങൾ 3 ആളും കൂടി കഴിച്ച്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക് യു.